ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബേർഡ് ഹൗസ് മേക്കിംഗ് ആണ്. ഇത് ഫെവിക്കോൾ കമ്പനി എന്നുള്ള ഫെവി ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ്. അപ്പോൾ ഇത് ഗിരിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. ഗിരിയുടെ ബർത്ത്ഡേ വരണതേ ഉള്ളൂ, പക്ഷെ ഗിരി ബർത്ത്ഡേ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ദർശു ആണ്. അപ്പോൾ ഗിരി ഇപ്പോൾ 3ാം ക്ലാസ്സിലും ദർശു ഇപ്പോൾ 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്യാനായിട്ട് കിടക്കാം. ഇത് നോക്കിയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം വരുന്നത് കളറാണ്. നോക്കാം. ഓ, 2 കളർ ബ്രഷ് വരുന്നുണ്ട്. ബ്രഷ് കളർ അടിക്കണേ. പിന്നെ 6 കളർ വരുന്നുണ്ട്. കറുപ്പ്, മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, വെള്ള. ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്നത് വൈറ്റ് കളർ വരുന്നുണ്ട് ഗൈസ്. അതിനുശേഷം കാർഡ്ബോർഡ്, ഉണ്ടാക്കാനുള്ള കാർഡ്ബോർഡ് വരുന്നുണ്ട്. അതെല്ലാം കട്ടായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരുമിച്ച് വെച്ച് പശയിട്ട് ഒട്ടിക്കണം. അപ്പോൾ പശയും വരുന്നുണ്ട്. പശയിട്ട് നമ്മൾ ഒട്ടിക്കാം ഒരുമിച്ച്. അപ്പോൾ അതിനുശേഷം വരുന്നത് കയറ് ഗൈസ്, കെട്ടി തൂക്കാനുള്ള കയർ. ഇത് മരത്തിൽ കെട്ടി തൂക്കാനുള്ള കയറാണ് ഗൈസ്. അതിനുശേഷം ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉപകാരപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. കാർഡ്ബോർഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് കിളിക്കോടിന്റെ ഫ്രണ്ട്, ഇത് കിളിക്കോടിന്റെ ബാക്കാണ്. പിന്നെ ഇത് അതിന്റെ മേൽക്കൂരയും, ഇത് രണ്ടും അതിന്റെ സൈഡും, ഇത് അതിന്റെ അടിഭാഗമാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം, ഈ മേൽക്കൂര ഇപ്പൊ വേണ്ട, നമുക്ക് ഈ ഇത്രയും ഭാഗം മതി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ച് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. ഈ പശയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കണം, പക്ഷെ നമ്മൾ പശയിട്ട് ഒട്ടിക്കുന്നില്ല. നമ്മൾ പെയിന്റും അതൊന്നും അടിക്കണില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് പെയിന്റ് അടിക്കാം. പെയിന്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ മരത്തിൽ കെട്ടിത്തൂക്കാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ ഐസ്ക്രീം സ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽക്കൂരയിലോ എവിടെയെങ്കിലും ഡെക്കറേഷൻസ് ആയിട്ട് വെക്കാനാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഇതൊന്നും ചെയ്തില്ല, ഇന്ന് യോജിപ്പിച്ച് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. കളറിങ്ങും ബാക്കിയെല്ലാം നിങ്ങളുടെ ഇമാജിനേഷൻ പോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ യോജിപ്പിക്കാം. ഓരോന്നായിട്ട് ഇതിങ്ങനെ യോജിപ്പിക്കാം. വെക്കാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമ്മൾ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തായിരിക്കും വെക്കുന്നത്. ഇതേപോലെ ഇനി ബാക്കും സൈഡുമായിട്ടും വെക്കണം. അത് നമ്മൾ കട്ട് ചെയ്തായിട്ട് വെക്കണം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഭാഗം, ഇതാണ് അതിൻ്റെ തറ. ഇത് നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടണം. ഇതൊന്ന് താഴോട്ട് ഇറങ്ങി പൊയ്ക്കോളും. ഇനി ഇത് അകത്ത് ഇത് പശയിട്ട് ഒട്ടിക്കണം, കാരണം ഇത് ഇളകി വരും. ഫെവിക്കോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പശ വരുന്നുണ്ട്. നമ്മൾ പശയിട്ടൊന്നും ഒട്ടിക്കല്ല, എങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ കാണിച്ചു തരണുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇളകി വരണം, കാരണം നമ്മൾ പശയിട്ട് ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇളകി വരെയാണ്. അടുത്തതായിട്ട് ഇനി മേൽക്കൂരാണ് ചെയ്യേണ്ടത്. മേൽക്കൂരയ്ക്ക് ഇത് കണ്ടില്ലേ, ഇത് ഇളകി വരാറായിരിക്കുന്ന സ്ഥിതിയിലാണ്, കാരണം നമ്മൾ പശ ഒട്ടിച്ചിട്ടില്ല. ഇതൊരു ഡേഞ്ചറസ് ആണ്. ഇളകി വരെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ചെയ്യുമ്പോൾ. ഇത് കുറച്ച് പാടായിട്ടില്ല. ഇതിൻ്റെ പലതരം വരുന്നുണ്ട് വേറെ. അപ്പോൾ മേൽക്കൂര ഇത് കയറ് വയ്ക്കാനുള്ള ഇതാണ്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറ് കിട്ടണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഫ്രണ്ടിലോട്ടുണ്ട്. ഇതിന് കൂടെ ഒരു കമ്പ് കയറ്റി വയ്ക്കാം അതിലിരിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തോടെ കിളി കയറി വരും. ചെറിയ കിളികൾ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇനി അടുത്ത് ഈ മേൽക്കൂര ഇതിൻ്റെ അകത്തോട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ വെച്ച് പശയിട്ട് ഒട്ടിക്കണം. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഡിസൈനായിട്ട് ഇതെല്ലായിടത്തും വെക്കാം. പിന്നെ ഇനി ഇതിട്ട് പെയിന്റ് അടിക്കാം, പക്ഷെ നമ്മൾ പെയിന്റ് ഒന്നും അടിക്കില്ല. നമ്മൾ ഇതുവരെ ചെയ്യുന്നുള്ളൂ. ഇനി ഈ കയറിട്ട് ഇതിലോട്ട് തൂക്കി പശയൊക്കെ അടിച്ച് പെയിന്റ് അടിച്ച് എല്ലാം വെച്ച്. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്യണില്ല, അത്രയും ചെയ്യില്ല, ഇത്രയും ചെയ്യണുള്ളൂ. അപ്പോൾ കാരണം നമുക്കധികം സമയമൊന്നുമില്ല, കുറച്ച് സമയമുള്ള ആ സമയം കൊണ്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ സമയം നമുക്ക് തികയില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വർദ്ധുവാണ്, ക്യാമറമാൻ വർദ്ധുവാണ്, ഡയറക്ടർ ദർശുവാണ്. പിന്നെ സ്പെഷ്യലായിട്ട് പറയണ്ടല്ലോ, ബർത്ത്ഡേ ബോയ് ഗിരി തന്നെയാണ്. ഗിരിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കമൻസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.
അപ്പോൾ ഇതുതന്നെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ആ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യണം. പ്ലീസ് സപ്പോർട്ട് ചെയ്താൽ. ബൈ.